ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിച്ച് കിസ് കൊടുക്കുന്നതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം ശ്രുതി പെട്ടെന്ന് പിടിവിട്ടിട്ട് എന്റെ കുട്ടീഷ്ണ, ഞാൻ എന്താ ഈ ചെയ്തത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോവാണ് കേട്ടോ. അപ്പോ മനോരമ ആന്റി പറയുന്നുണ്ട്, എന്റെ മൈ ഗോഡ്, പെണ്ണിപ്പൊ എന്താ ചെയ്തത്? കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിസ് കൊടുക്കേ, എന്താ അമ്മ ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അശ്വിന് ദേഷ്യം പിടിച്ച് അങ്ങ് പോവാട്ടോ. എന്നിട്ട് ശ്രുതിയോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ വന്ന് ചെയ്തത്? അത് പിന്നെ ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തതല്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓ, അപ്പോ ബെറ്റ് ജയിക്കാൻ വേണ്ടിയാണല്ലേ എന്നെ കിസ് ചെയ്തത്, അല്ലാതെ പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. നിന്നെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് ഓടി രക്ഷപ്പെടാട്ടോ. അതിനുശേഷം അഞ്ജലി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോ, ശ്രുതി അങ്ങനെ ചെയ്തപ്പോൾ കുഞ്ഞന്റെ മുഖം മുത്തശ്ശി ശ്രദ്ധിച്ചോ? ആ, ശ്രദ്ധിച്ചു. അതിപ്പോ വേറെ വല്ലവരുമായിരുന്നു എങ്കിൽ ഇപ്പൊ ഇവിടെ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയേനെ. കുഞ്ഞൻ കല്ല് പോലെയല്ലേ നിന്നത് എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ആ അതെപ്പോ നന്നാ. നിങ്ങൾക്കിപ്പോ തോന്നിയത് ഞാൻ പണ്ടേ കയ്യിൽ കണ്ടിരുന്നു. കീറ സാരിക്കാരിയുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ മകൻ്റെ കാര്യമേ ഇങ്ങനെയായി, ഇപ്പതേ കുഞ്ഞനും. നിങ്ങളെയൊക്കെ തലയിൽ കളിമണ്ണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മനോരമ എണീറ്റ് പോവാൻ കേട്ടോ. മനോരമ പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് അഞ്ജലി, ശ്യാമേട്ടന് തോന്നിയോ കുഞ്ഞനും ശ്രുതിയും തമ്മിൽ എന്തോ ഒന്നുള്ള? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. അത് ആണുങ്ങൾക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ അറിയാൻ പ്രത്യേക കഴിവാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമിനങ്ങ് ദേഷ്യം പിടിച്ച് പോവാട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അവന്റെ മനസ്സ് നമുക്കറിയണം മോളെ, ഞാൻ തന്നെ അവനോട് ചോദിക്കാന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഇതിങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാം, എന്നിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാന്ന് പറയണേ. തുടർന്ന് നമ്മുടെ ശ്രുതി ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കും അമ്മായി വന്നിട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഒരു കിഴിക്ക് കൊടുക്കൂട്ടോ തലയ്ക്ക്. നീ എന്തോ നടി കാണിക്കുന്നത്? അമ്മായിക്ക് കണ്ടൂടെ ഞാൻ ഇസ്തിരി ഇടുന്നത്? ഇങ്ങനെ ആരും ഇസ്തിരി ഇടാറില്ല ഇവിടെ എന്ന് പറയുമ്പോൾ ശ്രുതി താഴോട്ട് നോക്കുകയാണേ. അപ്പോൾ ഒരു ബുക്കിനെയാണ് കേട്ടോ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കണത്. എൻ്റെ കുട്ടീഷ്ണ, ഞാൻ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ നീ തന്നല്ലോ. എപ്പോഴും ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴാ ഒന്ന് നിന്റെ ദിവാസ്വപ്നം അവസാനിപ്പിക്കുന്നത്? കൃഷ്ണ, ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മായി അങ്ങ് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ലാപ്ടോപ്പും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ശ്രുതി പറഞ്ഞതും കെട്ടിപ്പിടിച്ചതും ഒക്കെ ആലോചിച്ച് നിൽക്കുകയാണേ. അപ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുഞ്ഞാ, എന്താ ചേച്ചി, നീ ആകെ ഇറിറ്റേറ്റഡ് ആണല്ലോ? ഒന്നുമില്ല എന്ന് പറയണേ. ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ പറയുന്നതൊക്കെ. അല്ല കുഞ്ഞാ, നിനക്ക് എന്താണെങ്കിലും ഈ ചേച്ചിയോട് പറ കുഞ്ഞാ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട്, ഒന്നുമില്ല ചേച്ചി. നീ എന്തിനാ കുഞ്ഞാ അതിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കൊരു ഇഷ്യൂ ഇല്ല ചേച്ചി, ഞാൻ ഓരോന്ന് ചിന്തിച്ചിരുന്നതാ. ഒന്നുമില്ല ചേച്ചി, പൊക്കോ എന്ന് പറയണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് ഒരു പെട്ടിയിലാക്കി വെക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഇതെന്തിനാ ഇവിടെ പെട്ടിയിലാക്കി വെക്കുന്നത്? പ്രീതിയുടെ ഡ്രസ്സെല്ലാം പ്രീതിയുടെ ബാഗിൽ വെക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്താ ഇവളെക്കാൾ മുന്നേ നീ ഇവിടുന്ന് പോവാനായോ എന്ന് ചോദിക്കാം കേട്ടോ. അയ്യോ അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. കുറച്ച് ദിവസങ്ങളായി നിനക്ക് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നു. വെറുതെ അല്ല രാധയുടെ കയ്യിൽ നിന്ന് നീ ശരിക്ക് വാങ്ങി കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇവൾക്ക് എൻ്റെ കാര്യത്തിലൊന്നുമല്ല ശ്രദ്ധ, ഇവള് മറ്റേതോ ലോകത്താ. ഞാനിവിടുന്ന് പോകുന്നതിൽ അച്ഛയ്ക്കും അമ്മായിക്കും അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ സങ്കടം, ഇവൾക്കില്ല എന്ന് പറയാട്ടോ പ്രീതി. അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി, സത്യമായിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാ. നീ ചേച്ചിയുടെ കല്യാണം വരെ ഞാൻ ചേച്ചിയുടെ കാര്യം നോക്കി നടക്കൂ എന്ന് പ്രീതിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പ്രമീള പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാ കുട്ടികളെ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം മുടങ്ങിയതല്ലേ. പ്രീതിക്ക് ഇങ്ങനെ ഒരു ആലോചന വരാൻ കാരണം ആ കല്യാണം മുടങ്ങിയത് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രുതിക്കും. അങ്ങനെ നമ്മുടെ ശ്രുതിക്കും നല്ലൊരു കല്യാണാലോചന വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണേ. ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ കരഞ്ഞ് മുഴുവൻ കണ്ണീരും തീർക്കല്ലേ, എൻ്റെ കല്യാണത്തിന് കൂടി കരയണ്ടേ? വേണ്ട, എൻ്റെ കല്യാണത്തിന് ഞാൻ ആരെയും കരയാൻ സമ്മതിക്കില്ല. എല്ലാവരും നന്നായിട്ട് ചിരിച്ചിട്ട് വേണം എന്നെ പറഞ്ഞയക്കാൻ എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ചിരിക്കുള്ള വക നീ ഉണ്ടാക്കി തരുമല്ലോ അന്നും എന്ന് പറയണേ. എന്നിട്ട് ഇതിങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ മൈൻഡ് ഡയലോഗൊക്കെ അടിച്ചിട്ട് ശ്രുതി പ്രീതിയെയും പ്രമീളയെയും ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് നമ്മുടെ രാമേട്ടൻ ഇങ്ങനെ വിളക്കൊക്കെ തുടയ്ക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെന്നിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ട അവിടെ പോയി റെസ്റ്റ് എടുക്ക്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ രാജകുമാരി, ഇതിനു മുൻപേ മരണത്തിലേക്കുള്ള പല വഴികളും നിനക്കൊരുക്കിയിട്ട് അതെല്ലാം നികൃഷ്ടമായതുകൊണ്ടായിരിക്കും നീ രക്ഷപ്പെട്ടത്.
നീ ദൈവത്തിനോട് വളരെ ഭക്തിയുള്ള ആളല്ലേ, അതുകൊണ്ട് നിനക്ക് ഭക്തി മാർഗത്തിലൂടെ മോക്ഷം കിട്ടാൻ ഞാനായിട്ട് ഒരു അവസരം ഒരുക്കുന്നുണ്ട് എന്നൊക്കെ പറയണേ. ആ സമയത്ത് നമ്മുടെ ആകാശ് വന്നിട്ട്, ശ്യാം ബ്രോ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇത് പിന്നെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാണ്, എല്ലാം നിനക്ക് വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ ആകാശ് താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നിന്റെ അവസാനത്തെ ചിരി ആയിരിക്കടാ ഇത്, നീ ഇന്ന് കരയും നിന്റെ ചേച്ചിയെ ഓർത്ത് എന്ന് പറയണേ. തുടർന്ന് നമ്മുടെ അശ്വിൻ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും അങ്ങോട്ടേക്ക് വരികയാണേ. എന്നിട്ട് വാതിലിന്റെ ബാക്കിൽ പതുങ്ങി നിന്നിട്ട് പറയുന്നുണ്ട്, അതെ മുത്തശ്ശി, പ്രീതിയെ പോലുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണല്ലേ, ആകാശിന് അവളെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് എന്ന് പറയണേ. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ അതെ, പ്രീതിയും അതെ, ശ്രുതിയും അതെ, അവരെ പോലെ ഉള്ള കുട്ടികൾ വീടിന് ഐശ്വര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ആ മുത്തശ്ശി എനിക്കൊരു ഐഡിയ തോന്നുന്നു, നമുക്ക് ശ്രുതിയെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? അതെ അതെ, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല, അവളെ പോലെ ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ ഈ വീടിന്റെ മരുമകളാക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് ചിരിച്ചിരിക്കുകയാണേ. അതിനുശേഷം നമ്മുടെ അഞ്ജലി, പ്രീതിക്കാണെങ്കിൽ അനിയത്തിയെ പിരിഞ്ഞു എന്നുള്ള വിഷമം വേണ്ടല്ലോ, ശ്രുതിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരാതെ അവരുടെ അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കും ഒക്കെ ഭയങ്കര സന്തോഷാവും, രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടാവുമ്പോൾ എന്നൊക്കെ പറയണേ. ഇതൊക്കെ കേട്ട് നിൽക്കട്ടോ നമ്മുടെ അശ്വിൻ. മുത്തശ്ശി പറയാം അഞ്ജലിയോട് അശ്വിൻ്റെ അടുത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും നടന്നിട്ട്, കുഞ്ഞാ ഇവിടെ ഉണ്ടായിരുന്നോ, നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണേ. ആ മുത്തശ്ശി, ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കായിരുന്നു എന്നൊക്കെ പറയണേ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ആ കുഞ്ഞാ, ഞങ്ങൾ രണ്ടുപേരും ഒരു ഡിസ്കഷനിലായിരുന്നു, മുത്തശ്ശി ഇവനോട് കൂടി പറയട്ടെ, പിന്നെന്താ, അവൻ്റെയും കൂടെ അഭിപ്രായം അറിയണ്ടേ നമുക്ക്, ഞങ്ങളെ ശ്രുതിയെ കുറിച്ച് പറയായിരുന്നു. ശ്രുതിയോ, അവൾക്ക് എന്താ പ്രശ്നം? അവൾക്കൊരു പ്രശ്നവുമില്ല, ഇതേ പോലെ തന്നെ ശ്രുതിയെയും വീട്ടിലെ ഒരു അംഗമാക്കിയാലോ എന്ന ആലോചനയാണ് എന്ന് പറയുമ്പോൾ അശ്വിനൊരു ഇളം ചിരി ചിരിച്ചിട്ട് കേട്ടോണ്ടിരിക്കാട്ടോ. അപ്പോഴൊരു ഭാവമൊക്കെ കാണണം, നല്ല രസമുണ്ടേ. അത് പിന്നെ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി, അവള് നല്ല കുട്ടിയല്ലേടാ, പോരാത്തതിന് നമ്മുടെ ആചാരമായിട്ട് ഇപ്പോഴേ അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അവളെ കാണാൻ എന്ത് ഭംഗിയാ, പോരാത്തതിന് സ്വഭാവവും എന്നൊക്കെ പറയുമ്പോൾ അതെ അതെ, ഈ വീടിന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ മുത്തശ്ശി. അവളെപ്പോലെ ഒരു മഹാലക്ഷ്മിയെ തന്നെയാണ് ഇനി ഈ വീടിന് വേണ്ടത് എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു കുഞ്ഞാ? അത് പിന്നെ മുത്തശ്ശി, ഞാൻ എന്ത് പറയാനാ, ഞാനിപ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്നും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇതിന് നിന്റെ കല്യാണത്തെക്കുറിച്ച് ആരിവിടെ സംസാരിക്കുന്നു, ഞങ്ങൾ നിനക്ക് വേണ്ടി ആലോചിച്ച എല്ലാ ശ്രുതിയെ എന്ന് പറയണേ. അപ്പോൾ അശ്വിനാകെ ടെൻഷൻ വരിക കേട്ടോ. അത് കണ്ടിട്ട് അഞ്ജലിയും മുത്തശ്ശിയും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാട്ടോ. അപ്പോൾ കുഞ്ഞൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ആർക്ക് വേണ്ടിയാ അവളെ നിങ്ങൾ എന്ന് പറയുന്നതാട്ടോ അവസാന ഭാഗം കാണിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അവസാനത്തെ ആ ഒരു പാർട്ട് കാണാൻ വേണ്ടിയിട്ട്. അശ്വിനിങ്ങനെ ചമ്മി പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ.